ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ കേരള സ്റ്റൈൽ നെയ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ട് തവയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു മസാലയാണ് തയ്യാറാക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നോർമൽ ചില്ലി വേണം യൂസ് ചെയ്യുക. അത് നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഉലുവപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ഗ്രീൻ ചില്ലി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ലെമൺ ജ്യൂസ് കൂടി നമുക്ക് അതിലോട്ട് വേണം. ഞാനിവിടെ ഒരു ലെമണിൻ്റെ പകുതിയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അല്പം കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അല്പം കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മസാല ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിഷിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ 5 പീസ് നെയ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫിഷിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഫിഷ് നമ്മൾ മാരിനേഷൻ ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് മസാല നന്നായിട്ട് ഫിഷിലോട്ട് പിടിക്കുള്ളൂ. ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കണത്. അതിലോട്ട് നമ്മൾ ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് അല്പം ഒഴിച്ചു കൊടുത്തിരിക്കണത്. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാന് നന്നായിട്ട് ചൂടാവണം കേട്ടോ. അഥവാ നമ്മൾക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ മീനിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിലെ മസാലയിൽ നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ലൊരു കോട്ടിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫിഷിന്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കിതേപോലെ ഒരു പ്ലേറ്റിൽ അത്യാവശ്യം ഗാർണിഷൊക്കെ ചെയ്തിട്ട് ലെമൺ വെഡ്ജും അതേപോലെ ഒണിയൻ റിങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.